ദ കേരള സ്റ്റോറി എന്ന സിനിമയുടെ രണ്ടാം ഭാഗത്തിന്റെ കേരള ബോക്സ് ഓഫീസ് ഓപ്പണിംഗ് പരിശോധിക്കാൻ നമുക്ക് ആദ്യ ദിവസത്തെ നിമിഷമില്ലാതെ ഇത് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്സ് യൂസ് ചാനൽ ദ കേരള സ്റ്റോറി 2. കേരളത്തിലെ സിനിമയ്ക്ക് വൻ വരവേൽപ്പാണ് ചോദിക്കുകയാണെങ്കിൽ ഒട്ടുമല്ലെന്ന് പറയേണ്ടി വരും. കാരണം ഓൾമോസ്റ്റ് 1,00,000 താഴെ തന്നെയാണ് സിനിമയുടെ ഓപ്പണിംഗ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. എന്നാൽ പോലും സിനിമയ്ക്ക് കേരളത്തിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തവരുടെ എണ്ണം നോക്കുമ്പോൾ ഓൾമോസ്റ്റ് 400-നടുത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും പലയിടങ്ങളിലായിട്ട് സിനിമയ്ക്ക് ഷോസ് ഇല്ലായിരുന്നു ആദ്യ ഷോ ഒന്നും, കാരണം കാണാൻ ആൾക്കാരില്ല. പിന്നെ നോക്കുകയാണെങ്കിൽ സിനിമയ്ക്ക് പലയിടങ്ങളിലായിട്ട് സമരം കാണാൻ സാധിച്ചു. നമുക്ക് DFI അതുപോലെ തന്നെ യൂത്ത് കോൺഫറൻസിൻ്റെ ഒക്കെ ആയിട്ട് പലയിടങ്ങളിലായിട്ട് ഈവൻ കൊച്ചി, തിരുവനന്തപുരത്തൊന്നും സിനിമയ്ക്ക് രാവിലത്തെ ഒരു ഷോസും റൺ ആയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ പോലും ലേറ്റ് നൈറ്റ് പലയിടങ്ങളിലായിട്ട് സിനിമയ്ക്ക് ഷോസ് ഉണ്ടായതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് ബ്ലോക്ക് ചെയ്യാത്ത സീറ്റായിട്ട് ഓൾമോസ്റ്റ് 406 ടിക്കറ്റാണ് സോൾഡ് ഔട്ട് ആയത്, ബ്ലോക്ക് ചെയ്യാത്തത് തന്നെയായിട്ട്. അങ്ങനെ ടോട്ടൽ ഗ്രോസ് കളക്ഷൻ ആയിട്ട് സിനിമയ്ക്ക് 62,815 രൂപേൻ്റെ അടുത്താണ് സിനിമേൻ്റെ ആദ്യ ദിവസത്തെ ഗ്രോസ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. ഇനി സിനിമേൻ്റെ ഷെയർ പരിശോധിക്കുകയാണെങ്കിൽ അപ്രോക്സിമേറ്റ് ആയിട്ട് 28,200 രൂപയാണ് സിനിമയുടെ ഷെയർ കളക്ഷൻ. എന്നാൽ പോലും സിനിമ കേരളത്തിന് വലിയൊരു കളക്ഷൻ ഇല്ലെങ്കിൽ പോലും സിനിമ കാണാൻ ആൾക്കാർ പോയിട്ടുണ്ട്. എന്തായാലും പടം എന്താണ് ഒരു ക്യൂരിയോസിറ്റിക്ക് പോയവരുണ്ടാവും, ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു ജനറൽ ഇഷ്ടപ്പെട്ട് പോയവരുണ്ടാവും. എന്തായാലും നമ്മുടെ കേരള ഹൈക്കോടതി തന്നെയാണ് ഇതിന് ഉത്തരവ് നൽകിയത്. അതിനത്രയൊന്നും വരത്തില്ല ഈ സിനിമ കാണാൻ പോയവരുടെ ലിസ്റ്റ് എടുക്കുന്നതിനേക്കാളും. എന്തായാലും കാത്തിരിക്കുന്ന ചെയ്യാൻ നമുക്ക് പടത്തിൻ്റെ കൂടുതൽ കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട്. അതിന് പക്ഷേ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്സ് ചാനൽ.